ഹായ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എന്തോ ഒരു ഫ്രഷ്നെസ് തോന്നി കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു നല്ല ക്ലൈമറ്റും അതേപോലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഈ ചെറിയ ചെറിയ കിളികളുടെ സൗണ്ടും ഭയങ്കര ഒരു പ്ലസൻറ്റ് മോർണിംഗ് ആയിട്ടാണ് ഇന്ന് എനിക്ക് തോന്നിയത്. അപ്പം ബാക്കി എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിലുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ വൺ ഓഫ് ദ മെയിൻ തിങ് എന്ന് പറയണത് ഇന്ന് കുംഭമേള കാണാൻ പോവുകയാണ്. അപ്പോൾ ഫാമിലീൻ്റെ കൂടെയാണ് പോകുന്നത്. ഞാനത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണേന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കേരളത്തിൽ കുംഭമേള ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും വാരണസിയിൽ പോയിട്ടൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു നിളാരതി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, ഇതുവരെ പോവാത്തതൊന്നും കാണാത്തൊരാളെന്ന നിലയിൽ ഐ തിങ്ക് ഐ എം റിയലി എക്സൈറ്റഡ്. ആൻഡ് എനിക്കത് നിളാരതി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോണതും. അപ്പം അതെങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ലുക്ക്. അപ്പം ഞങ്ങൾ തിരുനാവായിലെത്തി. അതിനുശേഷം കാണുന്ന പോലെ ആരതിയുടെ വിളക്കാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ തിരുനാവായയുടെ ഓപ്പോസിറ്റ് കാണുന്ന ആ വലിയ ഗ്രൗണ്ടിലാണ് നിള ആരതി നടക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് ബോട്ട് വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് പാസ്സൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ ബോട്ട് വഴി നമ്മൾ അങ്ങോട്ടേക്ക് അപ്പുറത്ത് പോവുകയാണ്. ഭയങ്കര രസമായിരുന്നു. നല്ലൊരു കാറ്റും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, പറയാതെ വയ്യ ക്ലൈമറ്റിനെ പറ്റി. അപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ അതാണ് നമ്മുടെ നിളാരതി നടക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. അതിനുശേഷം ആ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം നല്ല ഒഴിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ വൈകുന്നേരം ഒരു 4-4:30 ആവുന്ന സമയത്ത് ഫുൾ ഫീൽഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ കുംഭമേള കാണാൻ പോവുകയാണെങ്കിൽ എന്തായാലും 3 മണീൻ്റെ ഉള്ളിൽ തന്നെ പോയി അവിടെ തന്നെ സീറ്റ് പിടിക്കണം കേട്ടോ. പിന്നെ അന്ന് ഇവിടെ കുറേ സ്വാമിമാരുടെ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സ്വാമികളെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ അവരുടെ പൂജയുടെ ഭാഗമായിട്ട് അവർ തന്നെ കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളും ആ ഒരു ടൈമിൽ അവിടെ സ്നാനം ചെയ്തു. അതിനുശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ എൻ്റെ വല്യമ്മമാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാവരും എക്സൈറ്റഡ് ആണ് നിളാരതി കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ സ്വാമിമാർ ഞങ്ങളെടുത്ത് അവരുടെ മഠത്തിലേക്ക് വന്നിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മഠത്തിലോട്ട് പോയിട്ടോ. മഠത്തിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ നല്ല രീതിയിൽ നമ്മളെടുത്തൊക്കെ സംസാരിച്ചു. എല്ലാവരും അടുത്തും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് തവനൂർ ആരതിയാണ്. 2 ആരതി നടക്കുന്നുണ്ട്. അപ്പോൾ തവനൂരിൽ ആരതി എന്ന് പറയുന്നത് ഒരു സെക്കൻഡായിട്ട് കൺസിഡർ ചെയ്താൽ മതി. നമ്മളെ നോർമലായിട്ടുള്ള ആരതി എന്ന് പറയുന്നത് തവനൂരത്തെ അല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ